ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യ ആഴ്ച ആരായിരിക്കാം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവുക? നമുക്ക് മത്സരത്തെ മാത്രം വിലയിരുത്തി പരിശോധിക്കുകയാണെങ്കിൽ ഈ ആഴ്ച അനുമോള് നോമിനേറ്റഡ് ആണ്, ആര്യൻ നോമിനേറ്റഡ് ആണ്, ഗിസേൽ നോമിനേറ്റഡ് ആണ്, നെവിൻ നോമിനേറ്റഡ് ആണ്, രഞ്ജിത്ത് നോമിനേറ്റഡ് ആണ്, രേണു നോമിനേറ്റഡ് ആണ്, ശാരിക നോമിനേറ്റഡ് ആണ്, ശൈത്യ നോമിനേറ്റഡ് ആണ്. ഇത്രയും പേര്, അതായത് ഏകദേശം 8 പേര് ഈ ആഴ്ചത്തെ നോമിനേഷനിലുണ്ട്. ഈ ആഴ്ചത്തെ നോമിനേഷനിൽ പുറത്തു പോകാൻ സാധ്യത ആർക്കാണ്? ബിഗ് ബോസ് വീട്ടിലെ ഗെയിമിനെ വിലയിരുത്തി നോക്കുകയാണെങ്കിൽ അനുമോള് ഈ ആഴ്ചത്തെ ഓൾമോസ്റ്റ് എല്ലാ കണ്ടന്റുകളും അനുമോളുമായി കൂടെ ബന്ധപ്പെട്ടാണ്. എല്ലാ എപ്പിസോഡിലും സ്ക്രീൻ സ്പേസ് കിട്ടിയ ഒരാളാണ് അനുമോള്. പുറത്തു പോകേണ്ട ആളെയല്ല, അനുമോളെ പുറത്താക്കാനും പാടില്ല. അനുമോൾ അത്രയും നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്. അനുമോൾക്ക് കുറെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാ മനുഷ്യരെയും പോലെയുണ്ട്. ബട്ട് അടിപൊളി കണ്ടസ്റ്റന്റ് ആണ്. ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. അടുത്തത് നമ്മുടെ ആര്യന്റെ കേസാണ്. ആര്യൻ അടിപൊളി ഒരു കണ്ടസ്റ്റന്റ് ആണ്. ആര്യൻ ഇനിയും കുറെ കൂടെ ബിഗ് ബോസിൽ എന്തൊക്കെയോ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്ന ഒരു മത്സരാർത്ഥിയാണ്. അതായത് ആര്യൻ്റെ ആ ഒരു ഫുൾ ഒരു ക്യാരക്ടർ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനിയും ആര്യൻ കുറേയേറെ പുറത്ത് വരാനുണ്ട്. സോ ആര്യൻ, അല്ലെങ്കിൽ തന്നെ ആര്യൻ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. സാധ്യത വളരെ കുറവാണ് പുറത്തു പോകാൻ. ഗിസേല് ഇടയ്ക്കൊക്കെ ആക്റ്റീവ് ആവുകയും പെട്ടെന്ന് ഓഫായി പോവുകയും ചെയ്യുന്ന ആളാണ്. ചിലപ്പോൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, ചിലപ്പോൾ വളരെയധികം കാണാത്ത അവസ്ഥയിലും ആയിരിക്കും. ബട്ട് ഓക്കെ എന്ന് പറയാവുന്ന ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ. ഇടയ്ക്ക് 1-2 ദിവസം ജിസേലായിരുന്നു മെയിൻ, എന്നാൽ പിന്നെ അങ്ങോട്ട് ആളെ കാണാനുമില്ല. അങ്ങനെയൊക്കെയാ. നെവിന് ബിഗ് ബോസ് വീട്ടിൽ ഒരുപാട് ചെയ്യാനുണ്ട്. ഈ സീസണിൽ ഒരുപാട് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നെവിൻ. ഓൾറെഡി വീക്കെൻഡ് എപ്പിസോഡിൽ പോലും അത്യാവശ്യം നല്ല സ്ക്രീൻ സ്പേസ് കിട്ടിയ ഒരാളാണ് നെവിൻ പുറത്തു പോകാൻ ചാൻസ് ഒന്നുമില്ല. അടുത്തത് നമ്മുടെ ശാരികയാണ്. ശാരികയുടെ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ലുക്കേ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഒരു ഇമോഷണൽ സൈഡ് എല്ലാ മനുഷ്യർക്കും എന്നതുപോലെ ശാരികയ്ക്കുമുണ്ട്. അതൊന്നും പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ്. പുറത്തു പോകാൻ ചാൻസ് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, കുറവാണ്. അടുത്തത് ശൈത്യ, രഞ്ജിത്ത്, ഇവർ രണ്ടുപേരുമാണ്. ഇതിൽ എനിക്ക് ഈ നോമിനേഷനിൽ വന്നതിൽ കുറച്ച് വീക്കായിട്ട് തോന്നിയത്, പുറത്തേക്ക് നിൽക്കുന്നു എന്ന് തോന്നിയത്, ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വീക്കെന്ന് ചോദിച്ചാൽ അത് ശൈത്യയാണ്. അത് കഴിഞ്ഞാൽ രഞ്ജിത്താണ്. രഞ്ജിത്ത് പക്ഷേ ബിഗ് ബോസിനകത്ത് ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ചില ചെറിയ കാര്യങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന് ഏത് ലെവൽ വരെ ഗെയിം കളിക്കാൻ പറ്റും എന്നുള്ളത് സത്യത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇവരിൽ ഒരാൾ പോകാൻ തന്നെയാണ് കൂടുതൽ സാധ്യത, ശൈത്യ അല്ലെങ്കിൽ നമ്മുടെ രഞ്ജിത്ത്. കാരണം ഇവർ രണ്ടുപേരുമാണ് നോമിനേഷനിൽ വന്നതിൽ ബിഗ് ബോസിനകത്തുള്ള ഒരു ഗെയിം വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ കുറച്ച് വീക്കായിട്ട് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ.